ഹലോ എവരി വൺ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് സിനോണിംസ് ആൻഡ് ആൻറ്റോണിംസ് ആണ്. സിനോണിംസ് ആണ് കൂടുതലായിട്ടുള്ളത്. സിനോണിംസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. സിനോണിംസ് ആണ്. ആൻറ്റോണിംസ് കുറവാണെന്ന് തോന്നുന്നു. അപ്പം അതിന് 4 ഓപ്ഷൻസ് വീതം തന്നേക്കുന്ന വേർഡിൻ്റെ സിനോണിമായിട്ട് വരുന്ന വേർഡ് ഏതെന്ന് നമ്മൾ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്. ഓക്കെ. ശ്രാവൺ ഈസ് നോൺ ഫോർ ഈസ് കംപ്ലൈൻറ്റ് നേച്ചർ. ഓക്കെ. ശ്രാവൺ ഈസ് കംപ്ലൈൻറ്റ് ഫോർ ഈസ് നോൺ നേച്ചർ. അതിൻ്റെ ഇത് നമ്മൾ കണ്ടുപിടിക്കുക. എന്താ പറയുക, അതിൻ്റെ ക്വസ്റ്റ്യനെ നിങ്ങൾ നോക്കിക്കേ. കംപ്ലൈൻറ്റ്. ശ്രാവൺ ഈസ് നോൺ ഫോർ ഈസ് കോംപ്ലിയൻറ്റ് നേച്ചർ. കോംപ്ലിയൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലിങ് ടു ഒബേ ഓർ എഗ്രി വിത്ത് അതേഴ്സ് എന്നാണ്, അല്ലയോ? വില്ലിങ് ടു ഒബേ ഓർ നോൺ ഫോർ ഈസ് അതേഴ്സ്, ഒബേ ഓർ എഗ്രി വിത്ത് അതേഴ്സ് എന്നാണ്. വില്ലിങ് ടു ഒബേ അതേഴ്സ്. ശ്രാവൺ ഈസ് നോൺ ഫോർ ഈസ് കോംപ്ലിയൻറ്റ് നേച്ചർ. കോംപ്ലിയൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വില്ലിങ് ടു ഒബേ ഓർ എഗ്രി വിത്ത് അതേഴ്സ് എന്നാണ്. മറ്റുള്ളവരെല്ലാം ഒബേ ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും എഗ്രി ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു ക്യാരക്ടറുള്ള ആൾക്കാരെയാണ് കോംപ്ലിയൻറ്റ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ. അപ്പോൾ ശ്രാവൺ എന്ന് പറയുന്നത് ഒരു കോംപ്ലിയൻ്റ് ആയിട്ടുള്ള നേച്ചറാണ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ സിനോണിമായിട്ട് വരുന്ന വേർഡ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അതിൻ്റെ സിനോണിമായിട്ട് വരുന്ന വേർഡ് കറക്റ്റ് ആൻസർ ഈസ് ഈൽഡിങ് ആണ്. ഈൽഡിങ് ആണ്. ഓക്കെ. ഈൽഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാലും അതേ സ്വഭാവമുള്ള ക്യാരക്ടറുള്ള ആൾക്കാരെ നമ്മൾ ഈൽഡിങ് എന്ന് പറയുന്നത്. ഈൽഡിങ്. നെക്സ്റ്റ് വൺ അഡമെൻ്റ്. എന്താണ് അഡമെൻ്റ് എന്ന് പറയുന്നത്? കംപ്ലൈനിങ് എന്ന് പറയുന്ന വേർഡ് നിങ്ങൾക്ക് ഓക്കെയാണ്. ഡിഫിക്കൽട്ട് എന്ന് പറയുന്ന വേർഡ് ഓക്കെയാണ്. അഡമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈൽഡിങ് എന്ന് പറയുന്ന വേർഡ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഈൽഡിങ്. അതേസമയം അഡമെൻ്റ് എന്ന് പറയുന്ന വേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റബോൺ എന്നാണ് അതിൻ്റെ മീനിങ്. എന്താണ്? സ്റ്റബോൺ എന്നാണ് അതിൻ്റെ മീനിങ്. അഡമെൻ്റ്. നമ്മളിവിടെ ഈ കൊച്ച് ഭയങ്കര അഡമെൻ്റ് ആണ് എന്ന് വെച്ചാൽ ഡിറ്റർമൈൻഡ് ആയിരിക്കും. അഡമെൻ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? ഡിറ്റർമൈൻഡ് ആണ്. ഭയങ്കര സ്റ്റബോൺ ആയിരിക്കും. ഓക്കെ. പിടിവാഴ്ച ഭയങ്കര കൂടുതലായിരിക്കും. അവർ ഒരു സ്റ്റാൻഡിൽ നിന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യത്തില്ല, അനങ്ങയില്ല. അവർ ഭയങ്കര ഡിറ്റർമൈൻഡ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലൈൻറ്റ് എന്നല്ല, കോംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? വില്ലിങ് ടു ഒബേ ഓർ എഗ്രി വിത്ത് അതേഴ്സ്. അതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത് ഈൽഡിങ് എന്നാണ് മീനിങ് ആയിട്ട്, ഈ സിനോണിമായിട്ട് വരുന്നത്. അതേ മീനിങ് തന്നെയാണ് ഈൽഡിങ്. ഓക്കെ. ഈൽഡിങ്. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത്, ഓക്കെ, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ വേർഡ് ഗോർജ്. ഗോർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ്, നാരോ ആയിട്ടുള്ള, സ്റ്റീപ്പ്, ഓൾഡ് ആയിട്ടുള്ള വാലിയാണ്. എന്താണ്? സ്റ്റീപ്പായിട്ടുള്ള വാലി ഇല്ലേ, തീരം, ഒരു നദീതടം പോലുള്ള അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഗോർജ്. ഓക്കെ. ഗോർജ്. സ്റ്റോം എന്ന് വെച്ചാൽ അറിയാലോ. സ്റ്റോം എന്ന് വെച്ചാൽ അറിയാം. എസൈഡ് എന്ന് വെച്ചാൽ എന്താണ്? ടു വൺ സൈഡ് എന്നാണ്. സ്റ്റോം എന്ന് വെച്ചാൽ എന്താണ്? വയലൻ്റ് ആയിട്ടുള്ള സ്റ്റോം നമ്മൾ പറയത്തില്ല, വയലൻ്റ് ആയിട്ടുള്ള വെതർ ആണ് സ്റ്റോം, കൊടുങ്കാറ്റ് എന്നൊക്കെ പറയുന്നത്. എസൈഡ് മീൻസ് ടു വൺ സൈഡ് എന്നാണ്. യാഷ് മീൻസ് എന്താണ്? യാഷ് മീൻസ് ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള വെസലാണ് എന്തെന്ന് പറയുന്നത്? യാഷ് എന്ന് പറയുന്നത്. കാനിയോൺ എന്ന് പറഞ്ഞാലും ഗോർജ് എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് ആണ്. ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ നാരോ ആയിട്ടുള്ള, സ്റ്റീപ്പായിട്ടുള്ള, വാലി ആണെന്ന് പറയുന്നത് ഗോർജും കാനിയോണും എന്ന് പറയുന്നത്. ഗോർജും കാനിയോണിൻ്റെ മീനിങ് എന്താണ്? ഒരേ മീനിങ് ആണ് ഇവർക്ക് രണ്ടുപേർക്കും. ഓക്കെ. ഒരേ മീനിങ് ആണ് ഇവർക്ക് രണ്ടുപേർക്കും വരുന്നത്. അപ്പോൾ ഗോർജ് എന്ന് പറയുന്ന വേർഡിൻ്റെ സിനോണിമായിട്ട് വരുന്ന വേർഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാനിയോൺ ആണ്. കാനിയോൺ. ഓക്കെ. സ്റ്റീപ്പായിട്ടുള്ള അല്ലെങ്കിൽ നാരോ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള വാലി ആണെന്ന് പറയുന്നത്, VALLE വാലി ആണെന്ന് പറയുന്നത് ഗോർജ് അഥവാ കാനിയോൺ എന്ന് പറയുന്നത്. യാഷ് എന്ന് പറയുന്നത് ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള വെസലാണ്, അല്ലേ? ലക്ഷ്യൂറിയസ് ആയിട്ടുള്ള വെസലാണ്. യൂസ്ഡ് ഫോർ നമ്മൾ ലെഷ്യൂറായിട്ട് അല്ലെങ്കിൽ ക്രൂയിസിങ്ങിന് അല്ലെങ്കിൽ റേസിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വെസലില്ലേ, അതിനാണ് യാഷ് എന്ന് പറയുന്നത്. എസൈഡ് എന്ന് വെച്ചാൽ ടു വൺ സൈഡ് എന്നുള്ളതാണ്. സ്റ്റോം എന്ന് വെച്ചാൽ വയലൻറ്റ് വെതർ, അറിയാലോ, വയലൻ്റ് ആയിട്ടുള്ള വെതർ. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് തേർഡ് വണ്. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ വേർഡ് പേഴ്സിഫ്ലേജ്. പേഴ്സിഫ്ലേജ് എന്ന് പറയുന്ന വേർഡിൻ്റെ സിനോണിം ആയിട്ടുള്ളത് ക്രിറ്റിസിസം ആണോ, സീരിയസ്നെസ് ആണോ, ബാൻഡർ ആണോ, ആർഗ്യുമെൻ്റ് ആണോ? ഇതിനകത്ത് പേഴ്സിഫ്ലേജ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റി ആയിട്ടുള്ള കോൺവെർസേഷൻ ആണ്. പ്ലേഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻ അല്ലെങ്കിൽ വിറ്റി കോൺവെർസേഷൻ എന്നാണ് പേഴ്സിഫ്ലേജ്. പേഴ്സിഫ്ലേജ് എന്ന് പറയുന്ന വേർഡിൻ്റെ അതേ സിനോണിം അർത്ഥം വരുന്ന മറ്റൊരു വേർഡ് ഇതിനകത്തുണ്ട്. ഏതാണെന്നറിയാമോ? അതാണ് ബാൻഡർ. പേഴ്സിഫ്ലേജ് എന്ന് പറയുന്ന വേർഡിൻ്റെ അതേ സിനോണിമായിട്ട് വരുന്നൊരു വേർഡാണ്, ദാറ്റ് ഈസ് ബാൻഡർ. ബാൻഡർ എന്ന് പറഞ്ഞാൽ വിറ്റി കോൺവെർസേഷൻ എന്നാണ്. എന്താണ് വിറ്റി കോൺവെർസേഷൻ? സീരിയസ് അല്ലാത്ത ടോക്കിംഗ് ആണ്, അല്ലയോ? ദാറ്റ് ഈസ് നോട്ട് സീരിയസ്. സ്റ്റൈൽ ഓഫ് ടോക്കിംഗ് ദാറ്റ് ഈസ് നോട്ട്
സീരിയസ് അല്ലെങ്കിൽ വിറ്റി കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ മതി. പ്ലേഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻ അല്ലെങ്കിൽ വിറ്റി ആയിട്ടുള്ള കോൺവെർസേഷനെയാണ് നമ്മൾ ഇന്ന് വന്ന് പേഴ്സിഫ്ലേജ് അഥവാ ബാൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സിഫ്ലേജ് എന്ന് പറയുന്ന വേർഡിൻ്റെ സിനോണിം ആണെന്ന് പറയുന്നത് ബാൻഡർ എന്ന് പറയുന്നത്. ബാൻഡർ. ഓക്കെ, ബാക്കി വേർഡ്സുകളെല്ലാം അറിയാം. സീരിയസ് ക്രിറ്റിസിസം അറിയാം, സീരിയസ്നെസ് അറിയാം, ആർഗ്യുമെൻ്റ് അറിയാം. അടുത്തത് എൻകംബ്രൻസ്. എൻകംബ്രൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗൽ ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു ക്ലെയിം ആണ്. റെസ്ട്രിക്ഷൻ ആണെങ്കിൽ ലയബിലിറ്റി ആണ്. നമ്മൾ ഈ ബാധ്യതാ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കത്തില്ലേ വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ, അതിനൊക്കെ നമ്മൾ പറയുന്നത് എൻകംബ്രൻസ് സർട്ടിഫിക്കറ്റ് എന്നാണ് അല്ലേ. എൻകംബ്രൻസ് അതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത് ഇൻസെൻറ്റീവ് ഉണ്ട്, ഇമ്പറ്റസ് ഉണ്ട്, എന്താ പറയുന്നത് കാറ്റലിസ്റ്റ് ഉണ്ട്, ഹേർഡിലുണ്ട്. ഹേർഡിൽ എന്ന് വെച്ചാൽ എന്താണ്? ഹേർഡിൽ എന്താണ്? ഇൻസെൻറ്റീവ് എന്താണ്? ഇൻസെൻറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻസെൻറ്റീവ് നമ്മൾ കേട്ടുള്ളതാണ്. റിവാർഡ് ഓർ ബെനിഫിറ്റ് ഓർ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആണ്. റിവാർഡ് ഓർ ബെനിഫിറ്റ് ഓർ മോട്ടിവേറ്റിംഗ് ഫാക്ടർ. നമ്മളെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടി കൊടുക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളെ നമുക്ക് ഇൻസെൻറ്റീവ് എന്ന് വിളിക്കാം. ഗവൺമെൻറ് ഓഫീഷ്യൽസിന് ഇൻസെൻറ്റീവ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഏത് പ്രൈവറ്റ് മേഖലയിലായാലും ഇൻസെൻറ്റീവ് കൊടുക്കാറുണ്ട്. അതെന്തായാലും അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസെൻറ്റീവ് കൊടുക്കുന്നത് കേട്ടോ. ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് ക്യാഷ് ആവണമെന്നില്ല, മോണിറ്ററി ഓർ നോൺ മോണിറ്ററി ആവാവേ. മോണിറ്ററി പൈസ ആയിട്ടും ആവാം, അല്ലാത്തതും ആവാം. മോണിറ്ററി ഓർ നോൺ മോണിറ്ററി ആകാവേ. ഓക്കെ, അപ്പോൾ എൻകംബ്രൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലയബിലിറ്റി ഓർ ക്ലെയിം ആണ്. ലയബിലിറ്റി ഓർ ക്ലെയിം എന്നാണ്, ലീഗലായിട്ടുള്ള ഒരു ക്ലെയിം ആണ് എൻകംബ്രൻസ് എന്ന് പറയുന്നത്. എൻകംബ്രൻസ് ഒരു ബേർഡൻ. എൻകംബ്രൻസ് എന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞാൽ ഒബ്സ്റ്റക്കിൾ ഓർ ബേർഡൻ എന്ന് പഠിച്ചാലും മതി. എൻകംബ്രൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒബ്സ്റ്റക്കിൾ ഓർ ബേർഡൻ ആണ്, ബാധ്യത ഒബ്സ്റ്റക്കിൾ ഓർ ബേർഡൻ ആണ്. അപ്പോൾ ഒബ്സ്റ്റക്കിൾ ഓർ ബേർഡൻ നമ്മൾ ഹേർഡിൽ എന്ന് പറയത്തില്ല, ഇങ്ങനെ വെച്ചിട്ട് ഹേർഡിൽസ് ഇല്ല, ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ചാടി പോകത്തില്ലയോ, റണ്ണിങ് റേസ് ഇങ്ങനെ ചാടി അതിനെ ഹേർഡിൽസ് എന്നല്ലേ പറയാറുള്ളത്. അത് ഒബ്സ്റ്റക്കിൾസ് അല്ലേ, ഇങ്ങനെ വെക്കും, അതിങ്ങനെ ഓരോന്ന് ചാടിയാണ് ഇങ്ങനെ ആൾക്കാർ പോകുന്നത്. അപ്പം എൻകംബ്രൻസ് എന്ന് പറയുന്ന വേർഡിൻ്റെ സിനോണിമായിട്ട് വരുന്ന വേർഡ്, മീനിങ് ആയിട്ട് വരുന്ന വേർഡ് ഹേർഡിലാണ്, ഹേർഡിൽ കേട്ടോ. ഇമ്പറ്റസ് എന്ന് പറഞ്ഞാൽ മോട്ടിവേഷനാണ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് ആണ്. മോട്ടിവേഷൻ അല്ലെങ്കിൽ സ്റ്റിമുലസ് ഓർ ഇൻസെൻറ്റീവ് ആണ്. ഇൻസെൻറ്റീവും ഇമ്പറ്റസും സിനോണിമാണ്. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗറാണ്, സ്റ്റിമുലസ് ആണ്. അപ്പോൾ അത് മൂന്നും എന്താണ്? സ്റ്റിമുലസ് ആണ്, ട്രിഗറാണ്, ഇമ്പറ്റസ് ആണ്. അപ്പോൾ ഇൻസെൻറ്റീവും ഇമ്പറ്റസും കാറ്റലിസ്റ്റും മൂന്ന് പേരും സിനോണിമാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഓട് വൺ ഔട്ട് പോലെ നിൽക്കുന്ന ഹേർഡിലാണ്. ഹേർഡിൽ മീൻസ് ഒബ്സ്റ്റക്കിൾ ഓർ ബേർഡ് എന്നാണ് കേട്ടോ. അപ്പോൾ എൻകംബ്രൻസിൻ്റെയും ഹേർഡിൻ്റെയും മീനിങ് എന്താണ്? ഒബ്സ്റ്റക്കിൾ ഓർ ബേർഡ്. അടുത്ത വേർഡ് കമ്പർസം. സംതിങ് ലാർജ്, ഹെവി ഓർ കോംപ്ലിക്കേറ്റഡ്, മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു മാനേജ് ഓർ ക്യാരി ഓർ യൂസ്. ഭയങ്കര വലുതായിട്ടുള്ളതാണ് കമ്പർസം. എന്താണ് കമ്പർസം എന്ന് വെച്ച് കഴിഞ്ഞാൽ? ബൾക്കി ആയിട്ടുള്ളത്, ഡിഫിക്കൽട്ട് ടു ക്യാരി ഓർ മാനേജ്. എന്താണ് കമ്പർസം? ഡിഫിക്കൽട്ട് ടു മാനേജ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ടു ക്യാരി ഓർ മാനേജ് എന്ന് പറഞ്ഞാൽ ബൾക്കി ആയിട്ടുള്ളത്. ബൾക്കി കമ്പർസം എന്ന് വെച്ചാൽ എന്താണ്? ബൾക്കി ആയിട്ടുള്ളത്. അപ്പോൾ റോയൽ ആണോ, ഹെവി ആണോ, ഫിക്കൽ ആണോ, ന്യൂ ആണോ വരുന്നത്? അപ്പോൾ നമുക്കറിയാം ഹെവി ആണ് അല്ലേ. സംതിങ് ബൾക്കി അതിൽ ഡിഫിക്കൽട്ട് ടു ക്യാരി ഓർ മാനേജ്. അപ്പോൾ എന്താണ് ഓപ്ഷനായിട്ട് വരുന്നത്? സിനോണിമായിട്ട് വരുന്നത് ഹെവി ആണ്. ആൻസർ ആയിട്ട് വരുന്നത് ഹെവി ഇസ് ദ ക്ലോസസ്റ്റ് സിനോണിമ. റോയൽ മീൻസ് അറിയാലോ, കിങ്ലി ആയിട്ടുള്ള റോയൽ. ഫിക്കിൾ മീൻസ് ചേഞ്ചബിൾ എന്നാണ്. ഫിക്കിൾ എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ചബിൾ എന്നാണ്. ഫിക്കിൾ മീൻസ് എന്താണ്? ചേഞ്ചബിൾ ആണ്. ചേഞ്ചബിൾ ഒറ്റ വേർഡിൽ നിങ്ങൾ പഠിച്ചാൽ മതി മീനിങ്. ചേഞ്ചബിൾ എന്നാണ്. ഫിക്കിൾ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? ചേഞ്ചബിൾ ആണ്. കമ്പർസം എന്താണ്? ഡിഫിക്കൽട്ട് ടു ക്യാരി ഓർ മാനേജ് അല്ലെങ്കിൽ ബൾക്കി എന്ന് പഠിച്ചാൽ മതി. ബൾക്കി അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ അറിയാലോ ഹെവി എന്ന് പറയുന്നത്. അപ്പോൾ കമ്പർസം മീനിങ് ഈസ് ബൾക്കി ഓർ ഹെവി കേട്ടോ. ഫിക്കിൾ മീൻസ് ചേഞ്ചബിൾ. ഫ്രിവിലസ് മീൻസ് മൊമെൻറ്റസ് ആണോ, ഇവൻറ്റ്ഫുൾ ആണോ, സബ്സ്റ്റാൻഷ്യൽ ആണോ, ട്രിവിയൽ ആണ്. ട്രിവിയൽ ഒരു എപ്പോഴും ചോദിക്കുന്ന പ്രിലിംസിനൊക്കെ ചോദിക്കുന്ന ഒരു വേർഡാണ് ട്രിവിയൽ എന്ന് പറയുന്നത്. ട്രിവിയൽ. പെന്നൊന്ന് എടുത്തോട്ടെ, ഒരു മിനിറ്റ്, 1 മിനിറ്റ്. ഓക്കെ, ട്രിവിയൽ എന്ന് പറയുന്ന വേർഡ് എപ്പോഴും ചോദിക്കുന്ന ഒരു വേർഡാണ്. സില്ലി ഓർ അൺഇമ്പോർട്ടൻ്റ് എന്നാണ് കേട്ടോ. സില്ലി എന്ന് പഠിച്ചാൽ മതി. ട്രിവിയൽ എന്താണ്? സില്ലി എന്നാണ്. ട്രിവിയൽ മീൻസ് സില്ലി. ഫ്രിവിലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫ്രിവിലസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് സീരിയസ് ഓർ അൺഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് സീരിയസ് അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രിവിലസ് മീൻസ് അൺഇമ്പോർട്ടൻ്റ്. ട്രിവിയൽ മീൻസ് സില്ലി ഓർ അൺഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രിവിലസ് എന്ന് വെച്ചാൽ എന്താണ്? നോട്ട് സീരിയസ് അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻ്റ്. മൊമെൻറ്റസ് എന്താണ്? മൊമെൻറ്റസ് എന്ന് വെച്ചാൽ എന്താണ്? ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് എന്നാണ്. മൊമെൻറ്റസ് ഫ്രിവിലസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഫ്രിവിലസ് മീൻസ് അൺഇമ്പോർട്ടൻ്റ് എന്നാണ്. ഇത് മൊമെൻറ്റസ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് എന്നാണ് വരുന്നത്. സബ്സ്റ്റാൻഷ്യൽ മീൻസ് ലാർജ് ഇൻ എമൗണ്ട് ഓർ സൈസ് ഓർ ഇമ്പോർട്ടൻസ് എന്നാണ്. ലാർജ് ഇൻ എമൗണ്ട് സൈസ് ഓർ ഇമ്പോർട്ടൻസ് എന്നാണ് വരുന്നത്. ട്രിവിയൽ, സില്ലി ഓർ അൺഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അത്ര അറിയാമല്ലോ. ഫ്രിവിലസിൻ്റെ സിനോണിമായിട്ട് വരുന്നത് സില്ലി ഓർ
unimportant. Momentous means of great importance. Substantial means of large amount in large in amount, size or importance എന്നൊക്കെയാണ് വരുന്നത്. Trivial means silly or unimportant. അപ്പോൾ എത്ര വേർഡ്സ് നമ്മൾ പഠിച്ചു നോക്കാം. കോംപ്ലിയൻറ്റ്. കോംപ്ലിയൻറ്റ് മീൻസ് എന്താണ്? കോംപ്ലിയൻറ്റ് എന്ന് വെച്ചാൽ കോംപ്ലിയൻറ്റ് വില്ലിങ് ടു ഒബേ ഓർ എഗ്രി വിത്ത് അതേഴ്സ് എന്നാണ്. അതിൻ്റെ സിനോണിമായിട്ട് അതേ അർത്ഥം വരുന്ന വേർഡാണ് ഈൽഡിങ് ഇല്ല. അഡമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്റ്റബോൺ എന്നാണ്. സ്റ്റബോൺ. ഗോർജ് എന്ന് വെച്ചാൽ എന്താണ്? ഗോർജ് ഡീപ്പായിട്ടുള്ള എന്താണ്, അല്ലെങ്കിൽ നാരോ ആയിട്ടുള്ള എന്താണ്? വാലിയാണ്. ഡീപ്പ് നാരോ വാലിയാണ്. കാനിയോൺ അതിൻ്റെ സിനോണിമാണ്. കാനിയോൺ കേട്ടോ. യാഷിന് എന്താണ്? യാഷിന് വെച്ചാൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള വെസൽ എന്നാണ്. എസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു വൺ സൈഡ് എന്നാണ്. സ്റ്റോം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലൻ്റ് ആയിട്ടുള്ള വെതർ എന്നാണ് അർത്ഥം. പേഴ്സിഫ്ലേജ് അഥവാ ബാൻഡർ. പേഴ്സിഫ്ലേജ് എന്ന മീനിങ് എന്താണ്? വിറ്റി ആയിട്ടുള്ള കോൺവെർസേഷൻ എന്നാണ്. വിറ്റി ആയിട്ടുള്ള കോൺവെർസേഷൻ എന്ന് വെച്ചാൽ പ്ലേഫുൾ ആയിട്ടുള്ള കോൺവെർസേഷൻ, അതേ മീനിങ് വരുന്ന വേർഡാണ് ബാൻഡർ. പേഴ്സിഫ്ലേജ്, ബാൻഡർ, അത് രണ്ടും പേഴ്സിഫ്ലേജും ബാൻഡറും സിനോണിംസ് ആണ് കേട്ടോ. ബാക്കി എല്ലാ വേർഡും അറിയാവുന്നതാണ്. എൻകംബ്രൻസ് മീൻസ് ഒബ്സ്റ്റക്കിൾ ഓർ ബേർഡൻ എന്നാണ്. ഒബ്സ്റ്റക്കിൾ ഓർ ബേർഡൻ. ഇൻസെൻറ്റീവ്, ഇമ്പറ്റസ്, കാറ്റലിസ്റ്റ്, ഇത് മൂന്ന് സ്റ്റിമുലസ് ഓർ മോട്ടിവേഷൻ എന്നാണ് കേട്ടോ. ഇൻസെൻറ്റീവ്, ഇമ്പറ്റസ്, കാറ്റലിസ്റ്റ് ഇതെല്ലാം എന്താണ്? സ്റ്റിമുലസ് ഓർ മോട്ടിവേഷൻ ആണ്. ഹേർഡിൽ എന്ന് വെച്ചാൽ ഒബ്സ്റ്റക്കിൾ എന്നാണ്. ഹേർഡിൽ. അപ്പോൾ എൻകംബ്രൻസ് എന്ന് പറയുന്ന വേർഡിൻ്റെ സിനോണിമായിട്ട് വരുന്ന വേർഡ് ഏതാണ്? അത് ഹേർഡിലാണ്. കമ്പർസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേർഡൻ അല്ല, ഹെവി ആയിട്ടുള്ളത്. ഡിഫിക്കൽട്ട് ടു ക്യാരി ഓർ ഡിഫിക്കൽട്ട് ടു മാനേജ്. അപ്പോൾ കമ്പർസം എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത് ഹെവിയാണ്. ഫിക്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ചബിൾ ആണ്. ഫിക്കിൾ മീൻസ് ചേഞ്ചബിൾ. ഫ്രിവലസ് എന്ന് വെച്ചാൽ എന്താണ്? നോട്ട് സീരിയസ്, അല്ലെങ്കിൽ നോട്ട് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻറ്റ് എന്നൊക്കെ മീനിങ് വരുന്ന വേർഡാണ് അല്ലേ. ഫ്രിവലസ് എന്ന് വെച്ചാൽ എന്താണ്? നോട്ട് സീരിയസ് അല്ലെങ്കിൽ നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഒരു പർപ്പസും ഇല്ല, വിത്തൗട്ട് എനി പർപ്പസ് എന്നൊക്കെയുള്ള മീനിങ് ആണ്. മൊമെൻ്റസ് മീൻസ് എന്താണ്? ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് എന്നാണ്. മൊമെൻ്റസ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്. സബ്സ്റ്റാൻഷ്യൽ മീൻസ് ലാർജ് ഇൻ എമൗണ്ട് ഓർ സൈസ് ഓർ ഇമ്പോർട്ടൻറ്റ്. ട്രിവിയൽ, സില്ലി ഓർ അൺഇമ്പോർട്ടൻറ്റ് എന്നാണ് കേട്ടോ. റിലിംഗ്വിഷ് മീൻസ് ഗിവ് അപ്പ് ഓർ സറണ്ടർ എന്നാണ്. റിലിംഗ്വിഷ് എന്ന് വെച്ചാൽ എന്താണ്? ഗിവ് അപ്പ് ഓർ സറണ്ടർ എന്നാണ്. അപ്പോൾ സറണ്ടർ എന്ന് പറയുന്ന മീനിങ് അതിനകത്ത് തന്നെ ഉണ്ടല്ലോ. ഓപ്ഷൻ നമ്പർ സി, സറണ്ടർ. റിലിംഗ്വിഷ് എന്ന് പറയുന്നത് ഗിവ് അപ്പ് എന്ന മീനിങ് വരുന്ന വേർഡാണ് എന്ത്? സറണ്ടർ. ഗിവ് അപ്പ് അല്ലേ. ഗിവ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സറണ്ടർ എന്നാണ്. ഗിവ് അപ്പ് എന്ന് വെച്ചാൽ എന്താണ്? സറണ്ടർ എന്നാണ്. അപ്പോൾ റിലിംഗ്വിഷിൻ്റെ മീനിങ് എന്താണ്? ഗിവ് അപ്പ് എന്ന് വെച്ചാൽ എന്താണ്? സറണ്ടർ എന്നാണ് കേട്ടോ. റിനൗൺസ് എന്ന് ചോദിച്ചാൽ അതും സറണ്ടർ തന്നെയാണ് കേട്ടോ. റിനൗൺസ് റിലിംഗ്വിഷിൻ്റെ സിനോണിമായിട്ട് ചോദിച്ചിട്ടുള്ള വേർഡാണ് റിനൗൺസ്. RENOUNCE, റിനൗൺസ് കേട്ടോ. അപ്പോൾ റിലിംഗ്വിഷ് എന്ന് പറയുന്ന വേർഡിൻ്റെ സിനോണിമായിട്ട് ചോദിച്ചിട്ടുള്ള വേർഡാണ് റിനൗൺസ്. അടുത്തത് റീറ്റെയിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടു കീപ് ഹോൾഡ് ഓർ കണ്ടിന്യൂ ടു ഹാവ് പൊസിഷൻ ഓഫ് സംതിങ് എന്നാണ്. അതായത് റീറ്റെയിൻ ചെയ്യുക. നമ്മൾ റീറ്റെയിൻ ചെയ്യാന്ന് പറയത്തില്ലയോ? റീറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ നിലനിർത്തുക എന്നുള്ളതാണ് അല്ലേ. റീറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ നിലനിർത്തുക. ഹോൾഡ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ പിടിക്കുക എന്നാണ്. എംബ്രേസ് മീൻസ് അക്സെപ്റ്റ് എന്നാണ്. നമ്മളിങ്ങനെ ഹഗ് ചെയ്യുന്നതിനെ എംബ്രേസ് ചെയ്യാന്ന് പറയുക. എംബ്രേസ് മീൻസ് അക്സെപ്റ്റ് എന്നാണ് കേട്ടോ. എംബ്രേസ് എന്ന് വെച്ചാൽ എന്താണ്? അക്സെപ്റ്റ് എന്നാണ്. എംബ്രേസിൻ്റെ ഓപ്പോസിറ്റ് ചോദിച്ചിട്ടുള്ളത് റിജക്റ്റ് എന്നാണ്. എംബ്രേസിൻ്റെ മീനിങ് ചോദിക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ആണ്. മീനിങ് ചോദിക്കുകയാണെങ്കിൽ അക്സെപ്റ്റ് എന്നാണ്. ഓക്കെ. റീറ്റെയിൻ മീൻസ് ടു കീപ് ഓർ ഹോൾഡ്. റീറ്റെയിനിൻ്റെ ഓപ്പോസിറ്റ് സിനോണിം തന്നെയാണ് ഹോൾഡ്. അപ്പോൾ റിലിംഗ്വിഷിൻ്റെ സിനോണിമാണ് സറണ്ടർ എന്ന് പറയുന്നത്. അടുത്തത് ചേസ്റ്റിസ്. സിനോണിം എന്താണ്? ചേസ്റ്റിസ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ക്രിട്ടിസൈസ് എന്നാണ്, അല്ലെങ്കിൽ ടു പണിഷ് ഓർ സ്കോൾ. ചേസ്റ്റിസ് മീൻസ് ടു പണിഷ് ഓർ സ്കോൾ സിവിയർലി എന്നാണ്. ചേസ്റ്റിസ് എന്താണ്? അല്ലെങ്കിൽ ടു ക്രിട്ടിസൈസ് സമ്മൺ ഫോർ എ റോങ് ഡൂയിങ് ഓർ ടു ഫിസിക്കലി പണിഷ് എന്നാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഒരാളെ വിമർശിക്കുക എന്നാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? തെറ്റ് ചെയ്തതിനെ ഫിസിക്കലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അവരെ പണിഷ് ചെയ്യുക ആണ് ചേസ്റ്റിസ്. പ്രൈസ് വരത്തില്ല, ലോഡ് വരത്തില്ല. ഫ്ലോഗ് ആണോ കോംപ്ലിമെൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണെന്ന് വരുന്നത്? ഫ്ലോഗ് ആണ്. ഫ്ലോഗ് മീൻസ് നമ്മൾ ചാട്ടവാർ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ അടിക്കത്തില്ലേ? ബീറ്റ് ഓർ വിപ്പ് എന്നാണ്. ആസ് പണിഷ്മെൻറ്റ്. ബീറ്റ് ഓർ വിപ്പ്, നമ്മളിങ്ങനെ അടിക്കുക, ചാട്ടവാർ വെച്ച് ഇങ്ങനെ അടിക്കുക, അല്ലെങ്കിൽ വടി കൊണ്ട് ഇങ്ങനെ അടിക്കുക, അതൊക്കെയാണ് ഫ്ലോഗ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്. ഫ്ലോഗ് അല്ല, ഫ്ലോഗ് കേട്ടോ. അപ്പോൾ ചേസ്റ്റിസ് എന്ന് പറയുന്ന വേർഡിലെ സിനോണിമായിട്ട് വരുന്ന വേർഡ് ഏതാണ്? ദാറ്റ് ഈസ് ഫ്ലോഗ് ആണ് കേട്ടോ. ഫ്ലോഗ്. അടുത്തത് എൻറേജ്ഡ്. ലൗഡ് എന്താണ്? ലൗഡ് എൻ്റെ കൂടെയുള്ള വേർഡുകളുണ്ടായിരുന്നല്ലോ. പ്രൈസ് മീൻസ് പുകഴ്ത്താന്നാണ്. അതുപോലെ തന്നെയാണ് അപ്ലോഡ് എന്ന് വെച്ചാൽ അപ്ലോഡ് APPLAUD, അപ്ലോഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? ടു പ്രൈസ് ഓർ ഗ്ലോറിഫൈ സമ്മൺ ഓർ സംതിങ് ഹൈലി എന്നാണ്.
ലോഡ് മീൻസ് പ്രൈസ് തന്നെയാണ് കേട്ടോ, പുകഴ്ത്താനാണ് കേട്ടോ. ഫ്ലോഗ് എന്താണ്, ഫ്ലോഗും ചേസ്റ്റിസും എന്താണ്, ബീറ്റ് ചെയ്യുക അല്ലെങ്കിൽ പണിഷ് ചെയ്യുക എന്നാണ് കേട്ടോ. കോംപ്ലിമെൻ്റ് അറിയാമല്ലോ, കോംപ്ലിമെൻറ്റ്. നെക്സ്റ്റ് വണ് ഈ ചേസ്റ്റിസ് എന്ന് പറയുന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ്സ് ആയിട്ട് വരുന്ന വേർഡുകളാണ് പ്രൈസ്, ലോഡ്, കോംപ്ലിമെൻറ്റ്. എല്ലാം കോംപ്ലിമെൻറ്റ് ചെയ്ത് എന്താ പുകഴ്ത്തുക, നമ്മൾ എന്തെങ്കിലും കോംപ്ലിമെൻറ്റ് കൊടുക്കത്തില്ലേ, താങ്ക് യു, കൺഗ്രാറ്റ്സ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, പ്രൈസ് ചെയ്യുക. ഓക്കെ, അടുത്തത് എൻറേജ്ഡ്. അടുത്ത എന്താണ്, എൻറേജ്ഡ്. എൻറേജ്ഡ് മീൻസ് എന്താണ്, ആംഗ്രി എന്നാണ്. എൻറേജ്ഡ് എന്ന് വെച്ചാൽ എന്താണ്, ആംഗ്രി എന്നാണ്. എൻറേജ് മീൻസ് വെരി ആംഗ്രി എന്നാണ് മീനിങ്. എൻറേജ് ഫ്യൂരിയസ് ആണ് അപ്പം മീനിങ് ആയിട്ട് വരുന്ന വേർഡ്, ഫ്യൂരിയസ്, വെരി ആംഗ്രി എന്നുള്ള. എൻറേജ്ഡ് മീൻസ് വെരി ആംഗ്രി എന്ന മീനിങ് വരുന്ന വേർഡ് ഏതാണ്, ഫ്യൂരിയസ്. ജലസ് അറിയാം, ഷാർപ്പ് അറിയാം അല്ലേ, ഫ്യൂരിയസ് ആണ്. ഫ്യൂരിയസ് മീൻസ് വെരി ആംഗ്രി എന്നാണ്. എൻറേജ്ഡ് മീൻസ് എക്സ്ട്രീംലി ആംഗ്രി എന്നാണ്, എക്സ്ട്രീംലി ആംഗ്രി. അടുത്തത് പെറ്റൈറ്റ് എന്താണ്, പെറ്റൈറ്റ് മീൻസ് പെറ്റൈറ്റ് എന്താണ്, അതായത് സ്മോൾ ആൻഡ് ഡെലിക്കേറ്റ്ലി ബിൽറ്റ് എന്നാണ്, ചെറുതെന്നുള്ള അർത്ഥമാണ്, ചെറുതെന്നുള്ള അർത്ഥമാണ് ചെറുത്. പെറ്റൈറ്റ് മീൻസ് പെറ്റിക്കോട്ട് നമ്മൾ പറയത്തില്ലേ, പെറ്റിക്കോട്ട് പെറ്റൈറ്റ് എന്നത് നമ്മൾ ചെറിയൊരു കോട്ട് പെറ്റിക്കോട്ട് നമ്മൾ പറയത്തില്ലേ, അതേപോലെ പെറ്റി എന്ന് വെച്ചാൽ സ്മോൾ എന്നാണ് മീനിങ്. എന്താണ് പെറ്റിറ്റ് മീൻസ് എന്താണ്, സ്മോൾ അല്ലേ. അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ചെറിയ സ്ത്രീകളുണ്ടല്ലോ, നീളം കുറഞ്ഞ അല്ലെങ്കിൽ ചെറിയ നീളം കുറഞ്ഞ വുമണിനെയൊക്കെ നമ്മൾ പെറ്റൈറ്റ് വുമൺ എന്ന് വിളിക്കാറുണ്ട്, കേട്ടോ. അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പെറ്റൈറ്റ് മീൻസ് വുമൺ ഹൂ ഈസ് വെരി ഷോർട്ട് ആൻഡ് ഹാസ് എ സ്മോൾ ട്രിം സ്ലെൻഡർ ഫിഗർ. നീളം കുറഞ്ഞ ഹൈറ്റ് കുറഞ്ഞിങ്ങനെ മെലിഞ്ഞിരിക്കുന്ന വുമണെ പെറ്റൈറ്റ് വുമൺ എന്ന് പറയാറുണ്ട് കേട്ടോ. ഫ്ലെക്സിബിൾ എന്ന് വെച്ചാൽ അറിയാമല്ലോ, നല്ല അയവുള്ളതെന്നാണ് അർത്ഥം, അയവുള്ളതെന്ന്. അപ്പോൾ പെറ്റൈറ്റ് മീൻസ് എന്താണ്, സ്മോൾ ആൻഡ് ഡെലിക്കേറ്റ്ലി ബിൽഡ്. അടുത്ത് ഇൻസിപ്പിഡ് എന്താണെന്ന് വെച്ചാൽ ഇൻസിപ്പിഡ് എന്ന് വെച്ചാൽ എന്താണ്, ഇൻസിപ്പിഡ് എന്ന് വെച്ചാൽ ഫുഡ് ലാക്കിംഗ് ഫ്ലേവർ എന്നാണ്, ടേസ്റ്റ്ലെസ് എന്നാണ് കേട്ടോ. എന്താണ്, ടേസ്റ്റ്ലെസ് എന്നാണ്, ലാക്കിംഗ് ഫ്ലേവർ ഓർ എക്സൈറ്റ്മെൻറ്റ് എന്നാണ് അല്ലയോ. ബ്ലാൻഡ് എന്ന് വെച്ചാൽ എന്താണ്, ഫ്ലേവർഫുൾ എന്ന് വെച്ചാൽ ഫ്ലേവർ ഒത്തിട്ടുണ്ടെന്നാണ്. സ്പൈസി എന്ന് വെച്ചാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്, നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡാണ്. ടാങ്ങി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പ്ലസൻ്റ് ആയിട്ടുള്ള, ഷാർപ്പായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള, അസിഡിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സിട്രസ് ആയിട്ടുള്ള ഫ്ലേവർ അല്ലെങ്കിൽ സ്മെല്ലുണ്ട് വിത്ത് ലൈറ്റ് സ്വീറ്റ്നെസ്, ചെറിയ മണമൊക്കെ ഉള്ള, സിട്രസ് ആയിട്ടുള്ള, പുളിപ്പൊക്കെ ഉള്ള അല്ലയോ, നല്ല ടാങ്കി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഫുഡിനാണ് ടാങ്ങി എന്ന് പറയുന്നത്. സ്പൈസി അത് തന്നെയാണ്, ഫ്ലേവർഫുള്ളും അത് തന്നെയാണ്. അപ്പോൾ ഇൻസിപ്പിഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ടേസ്റ്റ്ലെസ് എന്നാണ്, അത് തന്നെയാണ് മീനിങ് വരുന്നത് ബ്ലാൻഡിൻ്റെ മീനിങ് എന്താണ്, ടേസ്റ്റ്ലെസ് എന്ന് തന്നെയാണ് കേട്ടോ. ഇൻസിപ്പിഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് അത് തന്നെയാണ്, ബ്ലാൻഡിൻ്റെ മീനിങ്ങും അത് തന്നെയാണ്. എന്താണ്, ടേസ്റ്റ്ലെസ് എന്നാണ്, ടേസ്റ്റ്ലെസ്. അടുത്ത വേർഡ് പ്രൗഡ് എന്ന് പറയുന്നത് എന്താണ്, ഹാപ്പി, ഹോട്ടി, സാഡ്, ഹൈപ്പർ. പ്രൗഡ് എന്ന് വെച്ചാൽ ഹോട്ടി എന്താണ്, അരഗൻലി പ്രൗഡ് എന്നാണ്, അരഗൻ്റ് ആയിട്ടുള്ള പ്രൗഡ്നെസ് ഉണ്ടല്ലോ, ഇച്ചിരി അഹംഭാവം ഇല്ലയോ, അരഗൻ്റ് ആയിട്ടുള്ള ഇതാണ് ഹോട്ടി എന്ന് പറയുന്നത്, അരഗൻലി പ്രൗഡ്. അത് മറ്റുള്ള വേർഡുകൾ എന്ന് വെച്ചാൽ ഹാപ്പി എന്ന് വെച്ചാൽ ജോയ്ഫുൾ ആണ്, സാഡ് എന്ന് വെച്ചാൽ അൺഹാപ്പി എന്നാണ്, ഹൈപ്പർ മീൻസ് നമ്മൾ അതിനെക്കുറിച്ച് ഭയങ്കര ഹൈപ്പറാണെന്ന് വെച്ചാൽ ഓവർ ആക്റ്റീവ് എന്നാണ്. ഹൈപ്പർ എന്ന് വെച്ചാൽ എന്താണ്, ഓവർ ആക്റ്റീവ് എന്നാണ്. ഓക്കെ, ഹൈപ്പർ മീൻസ് ഓവർ ആക്റ്റീവ്, എക്സ്ട്രീംലി എക്സൈറ്റഡ് അല്ലെങ്കിൽ നെർവസ് എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ഇൻസിപ്പിഡും ബ്ലാൻഡും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടേസ്റ്റ്ലെസ് ആണ് കേട്ടോ. സെറീൻ എന്താണ്, മീൻസ് എന്താണ്, പീസ്ഫുൾ ആൻഡ് കാം എന്നാണ് അർത്ഥം. സെറീൻ എന്താണെന്ന് വെച്ചാൽ പീസ്ഫുൾ അല്ലെങ്കിൽ കാം അല്ലെങ്കിൽ അൺട്രബിൾഡ് എന്നൊക്കെയാണ് മീനിങ് കേട്ടോ. സെറീൻ എന്താണ്, കാം അല്ലെങ്കിൽ പീസ്ഫുൾ എന്നൊക്കെയാണ് മീനിങ്, കാം അല്ലെങ്കിൽ പീസ്ഫുൾ, സെറീൻ. ഓക്കെ, സെറീൻ. അജിറ്റേറ്റഡ് ആൻഡ് കയോട്ടിക് ഉണ്ട്. കയോട്ടിക് മീൻസ് എന്താണ്, സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഡിസോർഡർ, കൺഫ്യൂഷൻ ഓർ ലാക്ക് ഓഫ് ഓർഗനൈസേഷൻ ആണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഡിസോർഡർ ഓർ കൺഫ്യൂഷൻ ആണ്, സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഡിസോർഡർ ഓർ കൺഫ്യൂഷൻ ആണ് കയോട്ടിക്. സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഡിസോർഡർ ഓർ കയോട്ടിക് എന്ന് പറയുന്നത് ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ. ഡിസ്റ്റർബ്ഡ് എന്നുള്ള വേർഡ് അതൊക്കെ. സെറീൻ എന്ന് പറയുന്ന വേർഡുമായിട്ട് മീനിങ് ആയിട്ട് സെയിം ആയിട്ട് വരുന്ന വേർഡ് സെറീൻ പീസ്ഫുൾ ആൻഡ് കാം എന്നാണ്. സെറീൻ മീൻസ് പീസ്ഫുൾ ആൻഡ് കാം. അപ്പോൾ ഓപ്ഷൻ നമ്പർ എ ആണ്, കാം ആണ് ഓപ്ഷനായിട്ട് വരുന്നത് കേട്ടോ. അത് എഴുതാനായിട്ടൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോകാനേ ഉള്ളൂ. ഓക്കെ, ഗ്രാൻഡർ എന്നുള്ള വേർഡ് കേട്ടുണ്ട്. ഗ്രാൻഡർ മീൻസ് എന്താണ്, ഭയങ്കര ഗ്രേറ്റ്നെസ് ആണ്, സ്പ്ലെൻഡർ ആൻഡ് ഗ്രേറ്റ്നെസ് ആണ്. സ്പ്ലെൻഡർ ആൻഡ്
ഗ്രേറ്റ്നെസ് ഡോമിനൻസ് ആണ്, ഇൻറ്റഗ്രിറ്റി ആണ്, റിയാലിറ്റി ആണ്, മാഗ്നിഫിസൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മാഗ്നിഫിസൻസ് ആണ് അല്ലേ. മാഗ്നിഫിസൻസ് മീൻസ് ഇംപ്രസീവ് ബ്യൂട്ടി എന്നാണ് അർത്ഥം. മാഗ്നിഫിസൻസ് എന്ന് വെച്ചാൽ എന്താണ് ഇംപ്രസീവ് ബ്യൂട്ടി എന്നാണ് അർത്ഥം. മാഗ്നിഫിസൻസ് മീൻസ് ഇംപ്രസീവ് ആയിട്ടുള്ള ബ്യൂട്ടി എന്നാണ് അർത്ഥം. ഗ്രാൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഗ്രാൻഡർ മീൻസ് സ്പ്ലെൻഡർ ഓർ ഗ്രേറ്റ്നെസ്, ഭയങ്കര ഗ്രേറ്റ്നെസ് ആയിട്ടുള്ള ഇതാണ് നമ്മുടെ ഇതിൽ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള വീടാണെന്ന്, ഗ്രാൻഡ് ആയിട്ടുള്ള പാർട്ടിയാണെന്നൊക്കെ ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുള്ളതെന്നാണ് അർത്ഥം. സോ ആൻസർ ഈസ് ഓപ്ഷൻ നമ്പർ ഡി മാഗ്നിഫിസൻസ്. ഇനി അടുത്തത് എക്സ്ക്യൂസൈറ്റ്. എന്താണ് എക്സ്ക്യൂസൈറ്റ്? എക്സ്ക്യൂസൈറ്റ് എന്ന് വെച്ചാൽ എന്താണ് എക്സ്ക്യൂസൈറ്റ് എന്ന് വെച്ചാൽ എന്താണ് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ഓർ ഡെലിക്കേറ്റ് എന്നാണ്. എക്സ്ക്യൂസൈറ്റ് എന്ന് വെച്ചാൽ എന്താണ് ബ്യൂട്ടിഫുൾ എന്നാണ്. എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ഓർ ഡെലിക്കേറ്റ്. എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ഓർ ഡെലിക്കേറ്റ്. ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബ്യൂട്ടിഫുൾ എന്ന് വരുന്നത് അല്ലേ. ഓപ്ഷൻ നമ്പർ എന്താ വരുന്നത്? ബ്യൂട്ടിഫുൾ. ഓക്കെ, അടുത്തത് ഗ്രാൻഡർ പറഞ്ഞു, എക്സ്ക്യൂസേറ്റ് പറഞ്ഞു. പ്ലക്കേറ്റ്. പ്ലക്കേറ്റ് എന്ന് വെച്ചാൽ എന്താണ് ടു സ്റ്റോപ്പ് സമ്മൺ ഫ്രം ഫീലിംഗ് ആംഗ്രി ഓർ അപ്സെറ്റ് ഓർ ട്രബിൾഡ്. എന്തായാലും ദേഷ്യപ്പെട്ടിരിക്കുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ ഒരു ഫീലിങ്ങിൽ നിന്ന് നമ്മൾ അവരെ എന്ത് ചെയ്യുക, അപ്സെറ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ആംഗ്രി ദേഷിച്ചിരിക്കുന്ന ആൾക്കാരെ സമാധാനിപ്പിക്കുക എന്നാണ് പ്ലക്കേറ്റ്. സമാധാനിപ്പിക്കുക എന്നാണ് പ്ലക്കേറ്റ് വെച്ചാൽ എന്താണ് സമാധാനിപ്പിക്കുക എന്നാണ്. ഇൻഫ്യൂരിയേറ്റ് എന്ന് വെച്ചാൽ എക്സ്ട്രീംലി ആംഗ്രി എന്നാണ്. എക്സ്ട്രീംലി ആംഗ്രി. ഇൻഫ്യൂരിയേറ്റ് എന്ന് വെച്ചാൽ എക്സ്ട്രീംലി ആംഗ്രി എന്നാണ് ഇൻഫ്യൂരിയേറ്റ്. അപ്പീസ് മീൻസ് ടു മേക്ക് സമ്മൺ കാം ഓർ ലെസ് ആംഗ്രി എന്നാണ്. അത് ആശ്വസിപ്പിക്കുന്നതാണ്. പ്ലക്കേറ്റ് മീൻസ് എന്താണ് അപ്പീസ് എന്ന് മീനിങ് വരുന്ന വേർഡ് തന്നെയാണ് എന്താണ് പ്ലക്കേറ്റ് മീൻസ് അപ്പീസ് ടു മേക്ക് കാം ഓർ പീസ്ഫുൾ എന്നാണ് കേട്ടോ. ബോദർ മീൻസ് ബോദർ അറിയാലോ ബോദർ മീൻസ് അനോയിങ് വെറിയിങ് ഓർ ഡിസ്റ്റർബിങ് സമ്മൺ. ട്രബിൾഡ് എന്നാണ്. ട്രബിൾ ചെയ്യുക വെറി ചെയ്യുക അല്ലെങ്കിൽ അനോയിങ് അല്ലെങ്കിൽ വെറിയിങ് എന്നൊക്കെയാണ്. സെർവ് ചെയ്യാൻ അറിയാമല്ലോ അപ്പോൾ പ്ലക്കേറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ആയിട്ട് വരുന്ന വേർഡ് ഏതാണ്? അപ്പീസ് എന്നാണ് കേട്ടോ. അപ്പീസ്. അടുത്തത് കൺവല്യൂട്ടഡ്. അപ്പീസ് മീൻസ് അറിയാലോ ടു സാറ്റിസ്ഫൈ ഓർ പെസിഫൈ എന്നാണ്. അപ്പീസ് മീൻസ് ടു മേക്ക് സമ്മൺ കാം ഓർ ലെസ് ആംഗ്രി എന്നാണ്. ആശ്വസിപ്പിക്കുക, സാറ്റിസ്ഫൈ ചെയ്യുക, പെസിഫൈ ചെയ്യുക, കാം ആക്കുക എന്നൊക്കെയാണ്. കൺവല്യൂട്ടഡ് മീൻസ് കോംപ്ലെക്സ് എന്നാണ്. എന്താണ് കൺവല്യൂട്ടഡ് മീൻസ് എന്താണ് കോംപ്ലെക്സ് എന്നാണ്. കൺവല്യൂട്ടഡ് മീൻസ് കോംപ്ലെക്സ്, സംതിങ് എക്സ്ട്രീംലി ഇൻട്രിക്കേറ്റ് ഓർ കോംപ്ലെക്സ് മേക്കിംഗ് ഡിഫിക്കൽട്ട് ടു ഫോളോ ഓർ അണ്ടർസ്റ്റാൻഡ്. നമുക്ക് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക കോംപ്ലെക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡിഫിക്കൽട്ടാണ് ഫോളോ ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും. അതിനാണ് കൺവല്യൂട്ടഡ് എന്ന് പറയുന്നത് കേട്ടോ. കൺവല്യൂട്ടഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ എന്താണ് കോംപ്ലെക്സ്, സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, ന്യൂട്രൽ ആണ്, ഡയറക്റ്റ് ആണ്, കോംപ്ലെക്സ് ആണെന്ന് വെച്ചാൽ അത് കോംപ്ലെക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. കോംപ്ലെക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ട്രേറ്റ് ഫോർവേഡ്, ന്യൂട്രൽ, ഡയറക്റ്റ് ഇതെല്ലാം ഒരേപോലെ വരുന്ന ഒരു വേർഡുകളാണ്. സിനോണിമായിട്ട് സെയിം ആയിട്ട് ഒരു അർത്ഥം വരുന്ന വേർഡുകളാണ്. ഇച്ചിരി കൂടെ ഡിഫറെൻ്റ് ആയിട്ട് വന്ന് നിൽക്കുന്ന ഒരു വേർഡാണ് ഇതെന്ന് പറയുന്നത് കോംപ്ലെക്സ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള വേർഡുകൾ വേണം നിങ്ങൾക്ക് അറിയാൻ വേണമെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യാറ്. ഓക്കെ, അപ്പം ഒരേപോലെ മീനിങ് വരുന്ന വേർഡുകളെ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഔട്ടാക്കുക. ഓക്കെ, അതുപോലെ ഓഡ് വൺ ഔട്ട് പോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന വേർഡുകളെ നിങ്ങൾ എന്ത് ചെയ്യുക, ഔട്ടാക്കുക. കോംപ്ലെക്സ് എന്ന് പറയുന്ന വേർഡാണ് ഇവിടെ ഓഡ് വൺ ഔട്ട് പോലെ നിൽക്കുന്നത്. അപ്പോൾ കൺവല്യൂട്ടഡ് മീൻസ് ഇൻട്രിക്കേറ്റ് ഓർ കോംപ്ലെക്സ് എന്നാണ് കേട്ടോ. അത് ഗ്രംബി എന്ന് വെച്ചാൽ എന്താണ് സംതിങ് ഒരു ബാഡ് ടെമ്പേർഡ് അല്ലെങ്കിൽ ഇറിറ്റബിൾ എന്നാണ്. ഈസിലി അനോയിഡ് എന്ന് പഠിച്ചാൽ മതി കേട്ടോ. അടുത്ത വേർഡ് എന്താണ് ഗ്രംബി മീൻസ് ഇറിറ്റബിൾ എന്നാണ്. ഇറിറ്റബിൾ എന്നാണ് ഗ്രംബി. വാട്ട് ഈസ് മീനിങ് ഓഫ് ഗ്രംബി എന്ന് ചോദിച്ചാൽ ഇറിറ്റബിൾ എന്നാണ്. ഇറിറ്റബിൾ കേട്ടോ. ഇറിറ്റബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നെ അതിനകത്തൊന്നുണ്ട്. ഇറിറ്റബിൾ. ഗ്രംബി മീൻസ് ഇറിറ്റബിൾ. ജുബിലൻ്റ് മീൻസ് എന്താണ്? ജുബിലൻ്റ് മീൻസ് ഫീലിംഗ് ഓഫ് ഗ്രേറ്റ് ഹാപ്പിനെസ് ഓർ ജോയ് എന്നാണ്. ഫീലിംഗ് ഓഫ് ഗ്രേറ്റ് ഹാപ്പിനെസ് ഓർ ജോയ് ആണ്. ഗ്രംബി മീൻസ് ബാഡ് ടെമ്പേർഡ് ഓർ ഈസിലി അനോയിഡ് എന്നൊക്കെയാണ്. ബാഡ് ടെമ്പേർഡ് എന്നാണ് അല്ലെങ്കിൽ ഈസിലി അനോയിഡ് എന്നാണ്. ഇറിറ്റബിൾ ആണ് അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് കേട്ടോ. ജൂബിലൻ്റ് മീൻസ് ഫീലിംഗ് ഓഫ് ഗ്രേറ്റ് ഹാപ്പിനെസ് എന്നാണ്. കമ്പീറ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രോപ്പർലി ഓർ സഫീഷ്യൻ്റ്ലി ക്വാളിഫൈഡ് ഓർ കേപ്പബിൾ ഓർ എഫിഷ്യൻറ്റ്. കേപ്പബിൾ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കമ്പീറ്റൻ്റ് എന്ന് പറയുന്നത് അല്ലേ. ഫാസിനേറ്റിംഗ് എന്ന് വെച്ചാൽ എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ് എന്നാണ്. ഫാസിനേറ്റിംഗ് എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ചാമിങ് ആയിട്ടുള്ളതെന്നാണ് ഫാസിനേറ്റിംഗ് മീനിങ്. അടുത്ത റുഡിമെൻ്ററി മീൻസ് ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ഓർ ഏർലിയസ്റ്റ് സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്നാണ്. റുഡിമെൻ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എലമെൻ്ററി എന്നാണ്. റുഡിമെൻ്ററി ഒറ്റ കൂടി പഠിക്കാം. എലമെൻ്ററി എന്നാണ്. ബേസിക് ഓർ സിമ്പിൾ എന്നാണ് റുഡിമെൻ്ററി കേട്ടോ. റുഡിമെൻ്ററി. അപ്പോൾ എന്താ വന്ന ആൻസർ ഈസ് എലമെൻ്ററി വരും. എലമെൻ്ററി ബേസിക് ഓർ സിമ്പിൾ എന്നല്ല പറയുന്നത്. അപ്പം എലമെൻ്ററി എന്ന് വരും. റുഡിമെൻ്ററി സിനോണിം ഈസ് എലമെൻ്ററി എന്നാണ്.
എലമെൻ്ററി. ഇൻട്രിക്കേറ്റ് മീൻസ് കോംപ്ലെക്സ്. ഇൻട്രിക്കേറ്റ് എന്താണ്? കോംപ്ലെക്സ് എന്നാണ്. ഇൻട്രിക്കേറ്റിന് അതേ മീനിങ് തന്നെയാണ് നാലാമത് കിടക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഔട്ടാവും അല്ലേ. എലമെൻ്ററി മീൻസ് ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ലെവലിനാണ്. അഡ്വാൻസ്ഡ് മീൻസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ റുഡിമെൻ്ററി മീനിങ് ഈസ് എലമെൻ്ററി. അങ്ങനെ ഔട്ടാക്കാം നിങ്ങൾക്ക് ആൻസേഴ്സിനെ കേട്ടോ. ഗ്രംബി മീൻസ് ഇറിറ്റബിൾ, അത് പറഞ്ഞതാണ്. ഇലൂസീവ് എന്താണ്? ഇലൂസീവ്. ഇലൂസീവ് എന്ന് വെച്ചാൽ എന്താണ്? ഇലൂസീവ്. ഇലൂസീവ് മീൻസ് സംതിങ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ്, ക്യാച്ച് ഓർ അച്ചീവ്. അവോയ്ഡിങ് എന്ന് വെച്ചാൽ അവോയ്ഡിങ്. ഇലൂസീവ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ഡിഫിക്കൽട്ട് ടു ക്യാച്ച്, ഫൈൻഡ് ഓർ അണ്ടർസ്റ്റാൻഡ്. ഡിഫിക്കൽട്ട് ടു ഫൈൻഡ്, ക്യാച്ച് ഓർ അണ്ടർസ്റ്റാൻഡ്. എലൂസീവ് മീൻസ് എന്താണ്? ഡിഫിക്കൽട്ട് ടു ക്യാച്ച്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ടു ഫൈൻഡ്, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ബുദ്ധിമുട്ടുള്ളതെന്ന് വെച്ചാണ്. അതാണ് അതിൻ്റെ അതേ മീനിങ് വരുന്ന വേർഡാണ് ഇവേസീവ്. എന്താണ്? ഇവേസീവ്. ഇവേസീവ് എലൂസീവും സിനോണിംസ് ആണ്, ഓർത്തിരിക്കുക കേട്ടോ. ഇലൂസീവും എവേസീവും എന്താണ്? അതിൻ്റെ സിനോണിംസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടോ. ഒബ്വിയസ് മീൻസ് എന്താണ്? ഒബ്വിയസ് മീൻസ് വെരി ക്ലിയർലി ആണ്. ക്ലിയർലി ഓപ്ഷൻ നമ്പർ എയും ബിയും സിനോണിംസ് ആണ്. ക്ലിയർ. ഒബ്വിയസ് മീൻസ് വെരി ക്ലിയർ. ഡെഫിനിറ്റ് മീൻസ് ഷുവർ മീൻസ്. ഡെഫിനിറ്റ് മീൻസ് ഷുവർ. മെറ്റാമോർഫോസിസ് മീൻസ് ചേഞ്ച് എന്നാണ്. ഒറ്റ വേർഡിൽ പറഞ്ഞ എന്താണ്? ട്രാൻസ്ഫോർമേഷൻ ഓർ ചേഞ്ച് എന്നാണ്. മെറ്റാമോർഫോസിസ് മീൻസ് എന്താണ്? ചേഞ്ച്. മെറ്റാമോർഫോസിസ് മീൻസ് ചേഞ്ച്. ഓപ്ഷൻ നമ്പർ നാലാമത്തെ എന്താണ്? ചേഞ്ച് എന്നാണ് അല്ലേ. സ്റ്റാഗ്നേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ എന്നാണ്, അല്ലെങ്കിൽ നോട്ട് ഏബിൾ ടു മൂവ് എന്നാണ്. അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നത്. സ്റ്റിൽ, അറ്റ് റെസ്റ്റ് എന്നാണ്. സ്റ്റാഗ്നേഷൻ മീൻസ് എന്താണ്? അറ്റ് റെസ്റ്റ് എന്നാണ്. സ്റ്റാഗ്നേഷൻ മീൻസ് അറ്റ് റെസ്റ്റ് എന്നാണ് കേട്ടോ. അറ്റ് റെസ്റ്റ്. സ്റ്റാഗ്നേഷൻ മീൻസ് അറ്റ് റെസ്റ്റ്. കൺസിസ്റ്റൻസി അറിയാമല്ലോ. നമ്മളിടത്തിൽ പഠനത്തിൽ ഒരു കൺസിസ്റ്റൻസി വരണമെന്നുള്ളത്. ദ ക്വാളിറ്റി ഓഫ് അച്ചീവിങ് എ യൂണിഫോം സ്റ്റാൻഡേർഡ് ഓർ ബിഹേവിയർ. ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ബിഹേവിയർ അച്ചീവ് ചെയ്യുക, അതിനെയാണ് നമ്മൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അല്ലേ. സ്റ്റാഗ്നേഷൻ മീൻസ് സ്റ്റില്ലാണ്, അറ്റ് റെസ്റ്റ് ആണ്. സ്റ്റിൽ ഓർ അറ്റ് റെസ്റ്റ്. അടുത്തത് മെറ്റമോർഫോസിസ് മീൻസ് ചേഞ്ച് ഓർ ട്രാൻസ്ഫോർമേഷൻ ആണ്. വാട്ട് ഇസ് ദ സിനോണിം ഓഫ് ദ വേർഡ് എറി? എറി മീൻസ് മിസ്റ്റീരിയസ് ആണോ, സൂത്തിങ് ആണോ, കംഫർട്ടബിൾ ആണോ, ടെൻസ് ആണോ എന്ന്. എറി മീൻസ് മിസ്റ്റീരിയസ് എന്നാണ്. മിസ്റ്റീരിയസ്, സ്ട്രേഞ്ച് എന്നാണ്, അല്ലെങ്കിൽ ഫ്രൈറ്റനിങ് എന്നാണ്. അപ്പോൾ എന്താ പറയുക? സ്ട്രേഞ്ച് ഓർ ഫ്രൈറ്റനിങ് എന്ന മീനിങ് വരുന്ന വേർഡാണ് മിസ്റ്റീരിയസ് അല്ലേ. എറി എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് സ്ട്രേഞ്ച് ഓർ ഫ്രൈറ്റനിങ് എന്നാണ്. എറി എന്താണ്? സ്ട്രേഞ്ച് ഓർ ഫ്രൈറ്റനിങ്. മീനിങ് ഈസ് മിസ്റ്റീരിയസ് എന്ന് പറയുന്നത്. സൂത്തിങ് മീൻസ് ഒരു കാം എഫക്റ്റ് എന്നാണ്. കാം. റെഡ്യൂസസ് പെയിൻ, ആൻസൈറ്റി ഓർ ടെൻഷൻ എന്നാണ്. സംതിങ് ദാറ്റ് പ്രൊഡ്യൂസസ്. നമ്മൾ വിക്സ് മുട്ടായൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ സൂത്തിങ് ഇഫക്റ്റ് കിട്ടുന്ന പറയുന്നത് കാം എഫക്റ്റ് കിട്ടത്തില്ലയോ. സംതിങ് ദാറ്റ് റെഡ്യൂസസ് പെയിൻ, അല്ലെങ്കിൽ ടെൻഷൻ, അല്ലെങ്കിൽ ആൻസൈറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ വിക്സ് മുട്ടായി കിട്ടുമ്പോൾ നമ്മൾ സൂത്തിങ് എഫക്റ്റ് കിട്ടത്തില്ല, ഒരു കാം ആയിട്ടുള്ളൊരു എഫക്റ്റ് കിട്ടത്തില്ലേ. സൂത്തിങ് മീൻസ് കാം എന്നാണ് അർത്ഥം കേട്ടോ. കംഫർട്ടബിൾ അറിയാം, ടെൻസും അറിയാം. ഹോട്ടി മീൻസ് അരഗൻലി സുപ്പീരിയർ എന്നാണ്. എന്താണ് ഹോട്ടി? നമ്മൾ മുമ്പേ പറഞ്ഞ വേർഡാണ് അരഗൻലി സുപ്പീരിയർ. അരഗൻ്റ് ആണ്, അരഗൻ്റ്. പ്രൗഡ്ലി സുപ്പീരിയർ എന്നാണ്. പ്രൗഡ്ലി സുപ്പീരിയർ. ഷീപ്പിഷ് എന്ന് വെച്ചാൽ എന്താണ്? ഷീപ്പിഷ് മീൻസ് ഷൈനസ് എന്നാണ്. ഷീപ്പിഷ് മീൻസ് ഷൈനസ് എന്നാണ് കേട്ടോ. മോഡസ്റ്റ് മീൻസ് ഹംബിൾ ഓർ ഷൈ എന്നാണ്. ഹംബിൾ ഓർ ഷൈ. ബാഷ്ഫുൾ എന്ന് വെച്ചാൽ ഈസിലി എംബറാസ്, അല്ലെങ്കിൽ ഷൈ ഓർ ഷൈ എന്നാണ്. അരഗൻ്റ് മീൻസ് ആക്ട്സ് വെരി സുപ്പീരിയർ എന്നാണ്. അപ്പോൾ ഹോട്ടി എന്ന് പറയുന്ന വേർഡിൻ്റെ ഓപ്ഷൻ വരുന്നത് ഏതാണ്? അരഗൻ്റ് ആണ്. അരഗൻ്റ് ആണ് വരുന്നത് അല്ലേ. അരഗൻ്റ് അല്ലെങ്കിൽ പ്രൗഡ്ലി സുപ്പീരിയർ എന്ന് വരുന്നത്. പ്രൗഡ്ലി സുപ്പീരിയർ. പ്രൗഡ്ലി സുപ്പീരിയർ. റെസീലിയൻ്റ്. റെസീലിയൻ്റ് എന്താണ്? റെസീലിയൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? റെസീലിയൻ്റ് എന്ന് വെച്ചാൽ റെക്കവർ ക്വിക്ക്ലി എന്നാണ്. റെക്കവർ ക്വിക്ക്ലി എന്നാണ്. ഏബിൾ ടു റെക്കവർ ക്വിക്ക്ലി, മെൻ്റലി സ്ട്രോങ് എന്നൊക്കെയാണ്. ഏബിൾ ടു റെക്കവർ ക്വിക്ക്ലി അല്ലെങ്കിൽ മെൻ്റലി വെരി സ്ട്രോങ് എന്നൊക്കെ അർത്ഥമുള്ള വീടാണ് റെസീലിയൻ്റ്. മെൻ്റലി സ്ട്രോങ്, ഏബിൾ ടു റെക്കവർ ക്വിക്ക്ലി എന്നാണ്. ക്ലിയർ. സ്ട്രോങ് ആണ്, ആൻറ്റീക്ക് ആണോ ഓപ്ഷനായിട്ട് വരുന്നത്, അതോ കൊയേഴ്സ് ആണോ, അതോ കണ്ടൻ്റ് ആണോ? കൊയേഴ്സ് മീൻസ് എന്താണ്? കൊയേഴ്സ് മീൻസ് റഫ് അല്ലെങ്കിൽ ഹാർഷ് ഇൻ ടെക്സ്ചർ എന്നാണ്. ഭയങ്കര ടെക്സ്ചർ പുറമേ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര ഹാർഷായിട്ടുള്ള, അല്ലെങ്കിൽ റഫായിട്ടുള്ള ഒരു പുറമേ നിന്ന് നോക്കുക പരുക്കനായിട്ടുള്ളതാണ്. കൊയേഴ്സ് മീൻസ് പരുക്കനായിട്ടുള്ളത്. ആൻറ്റീക്ക് മീൻസ് ഓൾഡ് അല്ലെങ്കിൽ ഏൻഷ്യൻ്റ് എന്നാണ് അല്ലേ. റെസീലിയൻ മീൻസ് റെക്കവർ ക്വിക്ക്ലി എന്നാണ്. റെക്കവർ ക്വിക്ക്ലി. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? റെസീലിയൻ മീൻസ് സ്ട്രോങ് എന്നാണ്. റെസീലിയൻ മീൻസ് സ്ട്രോങ്. ഫ്രജൈൽ മീൻസ് എന്താണ്? ഫ്രജൈൽ മീൻസ് ഡെലിക്കേറ്റ് എന്നാണ്. ഈസിലി ബ്രേക്കബിൾ എന്നാണ്. ഈസിലി ബ്രേക്കബിൾ എന്നാണ്. പെട്ടെന്ന് വീക്കാണ്. ഈസിലി ബ്രേക്കബിൾ, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ബീയിങ് ഡെലിക്കേറ്റ് എന്നൊക്കെ പറയാം. ഡെലിക്കേറ്റ് അല്ലെങ്കിൽ വീക്ക്, WEAK, വീക്ക് എന്ന് പറയാം. അപ്പോൾ ഫ്രജൈലിൻ്റെ മീനിങ് എന്താണ്? ഡെലിക്കേറ്റ് എന്നാണ്. ഫ്രജൈലിൻ്റെ മീനിങ് എന്താണ്? വെരി ഡെലിക്കേറ്റ് എന്നാണ്. ഡെലിക്കേറ്റ്. ഫ്രജൈൽ മീനിങ് ഈസ് വെരി ഡെലിക്കേറ്റ്.
ഫ്രാൻറ്റിക് എന്ന് വെച്ചാൽ എന്താണ്? ഫ്രാൻറ്റിക് മീൻസ് ഡിസ്ട്രോട്ട് ആണോ, മാഗ്നാനിമസ് ആണോ, ക്വയൻറ്റ് ആണോ, കൈനറ്റിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻറ്റിക് എന്താണ്? ഫ്രാൻറ്റിക് മീൻസ് ഡിസ്ട്രോട്ട് എന്നാണ്. ഡിസ്ട്രോട്ട് വിത്ത് ഫിയർ ഓർ ആങ്സൈറ്റി എന്നാണ്. ഫ്രാൻറ്റിക് മീൻസ് ഡിസ്ട്രോട്ട് എന്നാണ്. അതായത് വൈൽഡ്ലി ആങ്ഷ്യസ് എന്നാണ്, അല്ലെങ്കിൽ പാനിക്ഡ് വൈൽഡ്ലി ആങ്ഷ്യസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭയങ്കര പാനിക്ഡ് ആയിട്ടുള്ളതാണ് ഡിസ്ട്രോട്ട് വിത്ത് ഫിയർ എന്നാണ്. നമ്മൾ പേടിച്ചിങ്ങനെ വരയ്ക്കുക എന്നൊക്കെ പറയത്തില്ലേ. മാഗ്നാനിമസ് മീൻസ് ജനറസ് ആണ്. മാഗ്നാനിമസിൻ്റെ സ്പെല്ലിംഗ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മാഗ്നാനിമസ്. ഡിസ്ട്രോട്ട് മീൻസ് വെരി വെറീഡ് ഓർ അപ്സെറ്റ് എന്നാണ് കേട്ടോ. ഡിസ്ട്രോട്ട് മീൻസ് എന്താണ്? വെറീഡ് ഓർ അപ്സെറ്റ് എന്നാണ്. ഫ്രാൻറ്റിക്കും അത് തന്നെയാണ് കേട്ടോ. ഡിസ്ട്രോട്ട് വിത്ത് ഫിയർ എന്നാണ്, അല്ലെങ്കിൽ വെരി വെറീഡ് ഓർ അപ്സെറ്റ്. മാഗ്നാനിമസ് മീൻസ് ജനറസ്. മാഗ്നാനിമസ് എന്താണ്? ജനറസ്. ക്വയൻറ്റ്, QUAINT. ക്വയൻറ്റ് മീൻസ് അട്രാക്റ്റീവ്, അൺയൂഷ്വൽ ഓർ ഓൾഡ് ഫാഷൻഡ് എന്നാണ്. ഓൾഡ് ഫാഷൻഡ്. ക്വയൻറ്റ് എന്താണ്? ഓൾഡ് ഫാഷൻഡ് എന്നാണ്. ക്വയൻറ്റ് മീൻസ് ഓൾഡ് ഫാഷൻഡ്. അടുത്ത ക്യാപ്ചർ മീൻസ് എന്താണ്? ഷോർട്ടൻ ആണോ, റിലീസ് ആണോ, അറ്റൈൻ ആണോ, അറസ്റ്റ് ആണോ എന്ന് വെച്ചാൽ അറസ്റ്റ്. ക്യാപ്ചർ മീൻസ് നമ്മൾ പിടിച്ചടക്കുക എന്നൊക്കെയാണ്. അപ്പോൾ അറസ്റ്റ് എന്ന മീനിങ് വരുന്നത് അല്ലേ? അറസ്റ്റ്. ഷോർട്ടൻ അല്ല, റിലീസ് അല്ല, അറ്റൈൻ അല്ല. അറ്റൈൻ മീൻസ് നേടിയെടുക്കാനാണ്. അറ്റൈൻ ചെയ്യാൻ നേടിയെടുക്കാനാണ്. അറസ്റ്റ് ആണ്. ക്യാപ്ചർ മീൻസ് അറസ്റ്റ് എന്നുള്ള മീനിങ്ങാണ് വരുന്നത്. അടുത്തത് റുഡിമെൻ്ററി എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റുഡിമെൻ്ററി എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, റുഡിമെൻ്ററി നമുക്കറിയാം പഴയ കാലത്തുള്ളതാണ്. എലിമെൻ്ററി എന്നാണ് നമ്മൾ ഇച്ചിരി മുമ്പേ പഠിച്ചതേ ഉള്ളൂ അല്ലയോ. സിനോണിം ഓഫ് ദ അണ്ടർലൈൻ ഹൈലൈറ്റഡ് വേർഡ്. ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല വേർഡ്. ഹൈലൈറ്റഡ് വേർഡ് വരുന്ന റുഡിമെൻ്ററി ആണ്. റുഡിമെൻ്ററിയുടെ മീനിങ് എലിമെൻ്ററി എന്നാണ്. എലിമെൻ്ററി എന്ന മീനിങ് വരുന്ന വേർഡാണ് പ്രിമിറ്റീവ്. ഓൾഡ് ആയിട്ടുള്ളതാണ് എലിമെൻ്ററി അല്ലേ. എലിമെൻ്ററി എന്ന മീനിങ് വരുന്ന വേർഡ് ഏതാണ്? പ്രിമിറ്റീവ് എന്നാണ്. എക്സ്ക്യൂസിറ്റ് അറിയാമല്ലോ. പ്രിമിറ്റീവ് മീൻസ് ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്നാണ് അല്ലേ. ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്നാണ്. എക്സ്ക്യൂസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആൻഡ് ഡെഡിക്കേറ്റഡ് ആണ്. മിസ്റ്റീരിയസ് അറിയാം, ക്രിയേറ്റീവ് അറിയാം അല്ലേ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ അല്ലേ. ക്യാപ്ചർ അറിയാം. അപ്പോൾ വേണമെങ്കിൽ ഒന്നുകൂടെ ഇത് പറഞ്ഞില്ല നമ്മളല്ലയോ. തീർന്നില്ല. ഡ്വിൻഡിൽഡ് എന്ന് വെച്ചാൽ എന്താണ്? ഡ്വിൻഡിൽഡ് മീൻസ് എന്താണ്? ചുരുങ്ങുക എന്നാണ്, ചെറുതാകുക എന്നാണ്. അപ്പം ഫ്ലക്ച്വേറ്റഡ് ആണ്, ഇൻക്രീസ്ഡ് ആണ്, ഡിക്രീസ്ഡ് ആണ്, സ്റ്റെബിലൈസ്ഡ് ആണെന്ന് ചോദിച്ചാൽ എന്താണ്? ഡ്വിൻഡിൽഡ് മീനിങ് ഈസ് ഡിക്രീസ്ഡ്. ഡ്വിൻഡിൽഡ് മീൻസ് ഗ്രാജുവലി റെഡ്യൂസ്ഡ് ഓർ ബിക്കം സ്മോളർ എന്നാണ്. പയ്യെ എന്താകുക, ചുരുങ്ങുക. നമ്മൾ ഈ ബലൂണൊക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി തൂക്കിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അതിൻ്റെ കാറ്റിങ്ങനെ പോയി അതിങ്ങനെ ചുരുങ്ങി വരത്തില്ല. അത് ഡ്വിൻഡിൽഡ് ആണ് അല്ലേ. ഗ്രാജുവലി ബിക്കം സ്മോളർ എന്നാണ്. ഗ്രാജുവലി ബിക്കം സ്മോളർ. ഡ്വിൻഡിൽഡ്. ഓക്കെ അല്ല. ഫ്ലക്ച്വേറ്റഡ് അറിയാലോ. വേരിയേഷൻ ആണ്. ഫ്ലക്ച്വേഷൻ മീൻസ് വേരിയേഷൻ ആണ്. കമ്പാനിയൻ മീൻസ് എനിമി ആണോ, സിസ്റ്റർ ആണോ? കമ്പാനിയൻ മീൻസ് എനിമി, സിസ്റ്റർ, മേറ്റ് ഓർ നെയ്ബർ എന്ന് വെച്ചാൽ മേറ്റ് ആണ്. കമ്പാനിയൻ മീൻസ് മേറ്റ്, MATE, മേറ്റ്. നെയ്ബർ വരത്തില്ല, എനിമി വരത്തില്ല, സിസ്റ്റർ വരത്തില്ല. കമ്പാനിയൻ എന്ന് പറയുമ്പോൾ അത് മേറ്റ് ആണ് അല്ലേ. സോ ഇത്രയും വേർഡ്സ് ആണ് നമ്മളിന്ന് നോക്കിയത്. അപ്പം കുറേ വേർഡ്സുകൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതും പോരാ, ഇതിൽ കൂടുതൽ വേർഡ്സുകൾ നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പം ഹാപ്പി ലേണിംഗ്. താങ്ക് യു.